അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വയനാട് മുണ്ടക്കയിലുണ്ടായ ദുരന്തം ഏതൊരു മനുഷ്യനും സഹിക്കാൻ കഴിയാത്തതാണ്. അത്രയും വേദന നൽകുന്ന കാഴ്ചകളാണ് ദിനംപ്രതി അവിടെ നിന്നും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത്ര വലിയ ദുരന്തം ഉണ്ടായിട്ടും അതിൽ നിന്നും രക്ഷപ്പെട്ട നിരവധി ആളുകളുണ്ട്. മരണപ്പെട്ടവരെക്കാൾ കൂടുതൽ അതിൽ നിന്നും രക്ഷപ്പെട്ടവരാണ്. അവർക്ക് പറയാനുള്ളത് ഒത്തിരി അനുഭവങ്ങളാണ്. അവർ രക്ഷപ്പെട്ട സമയത്തുണ്ടായ അവരുടെ ആ അനുഭവങ്ങൾ. അത്തരത്തിൽ ഒരു ഹൈന്ദവ സഹോദരിയുടെ കുറിപ്പാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത്. ആ സഹോദരിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: പുറത്തെന്തോ ഭയങ്കര ശബ്ദം കേട്ടാണ് ഞെട്ടിയുണർന്നത്. ശ്രദ്ധിച്ചപ്പോൾ അടുത്ത പള്ളിയിൽ നിന്നും ബാങ്ക് വിളിക്കുകയാണ്. പക്ഷേ പുലർച്ചേക്കുള്ള ബാങ്കിന്റെ സമയമായിട്ടില്ലല്ലോ. മാത്രമല്ല കുറേ ആളുകൾ ഒന്നിച്ചാണ് ബാങ്ക് വിളിക്കുന്നത്. ഇടയ്ക്ക് വിളിച്ചു പറയുന്നത് കേട്ടു, ഉരുൾപൊട്ടിയിട്ടുണ്ട്, എല്ലാവരും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറണമെന്ന്. കേട്ടപാതി തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞിനെ വാരിയെടുത്ത് മറ്റുള്ളവരെയും വലിച്ചെഴുന്നേൽപ്പിച്ചു പുറത്തിറങ്ങി. അപ്പോഴേക്ക് മുറ്റത്ത് വെള്ളം നിറഞ്ഞിരുന്നു. അപ്പോഴും പള്ളിയിൽ നിന്ന് കൂട്ടബാങ്ക് നിർത്തിയിട്ടില്ലായിരുന്നു. പുറത്തിറങ്ങിയ ഞാൻ ചുറ്റും നോക്കി. കൂരിരുട്ടാണ്. ഈ പൈതങ്ങളെയും കൊണ്ട് ആ സമയത്ത് ഞാൻ എവിടെ പോകും ദൈവമേ? വീണ്ടും പള്ളിയിൽ നിന്ന് അറിയിപ്പ്: ആരും പുറത്തു നിൽക്കരുത്, പള്ളിയിലേക്ക് പോന്നോളൂ എന്ന്. ആണുങ്ങൾ മാത്രം പോകാറുള്ള ആ പള്ളിയിലേക്ക് ഹിന്ദുവും ഒരു സ്ത്രീയുമായ എനിക്ക് ചെല്ലാൻ പാടുണ്ടോ? പേടിച്ച് തൊണ്ട വരണ്ടിരിക്കുമ്പോൾ പള്ളിയുടെ ഭാഗത്തുനിന്ന് ആരൊക്കെയോ ടോർച്ചുമായി ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. ചേച്ചി, ഈ കുട്ടികളെ കൊണ്ട് ഇവിടെ നിൽക്കണ്ട, പള്ളിക്ക് പോരി. അപ്പോഴാണ് സന്തോഷം വരുമ്പോൾ കണ്ണീര് വരുന്നത് ഞാൻ ശരിക്കും അനുഭവിച്ചത്. ചെന്നപ്പോൾ ആ പരിസരത്തുള്ള നാനാജാതി മതക്കാരും അവിടെയുണ്ടായിരുന്നു. നേരം പുലർന്നു പള്ളിയുടെ ജനവാതിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ ഞങ്ങളുടെ വീടുകളുടെ മേൽക്കൂര മാത്രമേ കാണുന്നുണ്ടായിരുന്നുള്ളൂ. പള്ളിയിലെ ഫാനിന്റെ ഹുക്കിൽ പഴയ സാരി കൊണ്ട് കെട്ടിയ തൊട്ടിലിൽ മോളെ ആട്ടിയുറക്കുമ്പോൾ ഒരു പഴയ സംഭവം ഓർമ്മ വരികയാണ്. എൻ്റെ ഭർത്താവിൻ്റെ അനിയൻ ഹരി ഒരു ദിവസം വീട്ടിൽ വന്നു. കൂടെ മൊയ്തീനുമുണ്ട്. ഒരു പേപ്പർ നീട്ടി എന്നോട് പറഞ്ഞു, ഏട്ടത്തി, ഇതിലൊരു ഒപ്പിട്ട് തരണം. എന്താണെന്ന് ചോദിച്ചു. ഞാനത് വാങ്ങിയപ്പോഴേക്കും എൻ്റെ മോനത് വാങ്ങി വായിച്ചിട്ട് പറഞ്ഞു, അമ്മേ, ഇതിലൊപ്പിടണ്ട, മാമനും മൊയ്തീൻകാക്കും പ്രാന്താണ്. അത് പറഞ്ഞപ്പോൾ മൊയ്തീൻ പറഞ്ഞു, ഇങ്ങക്കൊരു കുഴപ്പമുണ്ടാവൂല. ആ എഴുത്ത് ഞാനൊന്ന് വായിച്ചു നോക്കി. അത് കളക്ടർക്കുള്ള ഒരു പരാതിയായിരുന്നു. അതിങ്ങനെ: സാർ, ഞങ്ങളുടെ അടുത്ത പറമ്പിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന കെട്ടിടം ഒരു മുസ്ലിം പള്ളിയാണെന്നറിഞ്ഞു. നിർമ്മാണം പൂർത്തിയായാൽ അവിടെ ഉപയോഗിക്കുന്ന ഉച്ചഭാഷിണി ഞങ്ങളുടെ കുട്ടികളുടെ പഠനത്തിന് പ്രയാസം സൃഷ്ടിക്കുമെന്നതിനാൽ പ്രസ്തുത നിർമ്മാണം തടയണമെന്ന് അപേക്ഷിക്കുന്നു. ആ കടലാസ് അവിടെ കീറിയിട്ട് ഞാൻ അവരോട് ചോദിച്ചു, കുടിക്കാൻ എന്തെങ്കിലും വേണോ? നിങ്ങൾ അനുഭവിക്കുമെന്നും പറഞ്ഞ് അവര് പോയി. ആ വാക്ക് ശരിയായിരുന്നു. ആ പള്ളിയിൽ എന്തൊരു പരിപാടി നടന്നാലും അതിലൊരു പങ്ക് എൻ്റെ മക്കളുടെ കൈകളിൽ എത്താതിരുന്നിട്ടില്ല. അത് ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഇന്നിതാ ആ മിനാരത്തിലെ കോളാമ്പി ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചിരിക്കുന്നു. എന്നാലും ഞാൻ ആലോചിക്കുന്നത് അന്നത്തെ ആ സംഭവമാണ്. ഹരിയെ എല്ലാവർക്കും അറിയാം. അവനിപ്പോൾ ആ പഴയ ഹരിയല്ല. എന്നാൽ ഈ മൊയ്തീൻ എന്തിനാ? ഈ ലോകത്ത് ഏറ്റവും വലിയ ഒരു പ്രശ്നം തെറ്റിദ്ധാരണയാണ്. ആരെങ്കിലും പറയുന്നത് കേട്ട് ഒന്നും വിശ്വസിച്ചു പോകരുത്. സത്യം അന്വേഷിച്ച് മനസ്സിലാക്കണം. കവളപ്പാറ ഉരുൾപൊട്ടൽ മരിച്ചുപോയവരുടെ പോസ്റ്റ്മോർട്ടം നടത്തിയത് ഒരു പള്ളിയിൽ വെച്ച്. ഈ അടുത്ത കാലത്ത് വയനാട് കുന്നമ്പറ്റയിൽ മരിച്ച സന്തോഷിന്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചത് പള്ളിയിൽ. പാവപ്പെട്ട ഒരു അമുസ്ലിം പെൺകുട്ടിയുടെ വിവാഹം നടത്തിക്കൊടുത്തത് ചേരമാൻ പള്ളിയിൽ വെച്ച്. മഹാപ്രളയകാലം ആളുകൾ ഉറങ്ങിയത് പള്ളിയിലും അമ്പലത്തിലും ചർച്ചിലും സ്കൂളിലും മദ്രസയിലും. ഇങ്ങനെ പള്ളികൾക്കും അമ്പലങ്ങൾക്കുമൊക്കെ ഒരുപാട് നന്മയുടെ കഥകൾ പറയാനുണ്ടാകും. നാം ഒരു അപകടത്തിൽപ്പെട്ടാൽ സഹായിക്കുന്നവർ ആരെന്നോ അവസാനം ഒരു തുള്ളി വെള്ളം തരുന്നവർ ആരെന്നോ പ്രവചിക്കാൻ കഴിയാത്തിടത്തോളം കാലം ഒരു തരം വർഗീയതയ്ക്കും ഒരു വിലയും പ്രസക്തിയും നമ്മുടെ നാട്ടിലില്ല. ഇതായിരുന്നു ആ സഹോദരി പങ്കുവച്ച കുറിപ്പ്. നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ ഒന്നാകെ ഇത് ഏറ്റെടുക്കുകയുണ്ടായി. ജാതിയും മതം പറഞ്ഞ് വർഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർ ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോഴാണ് അതിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടത്. എന്നാൽ ആ സഹോദരി ഇത്തരമൊരു പോസ്റ്റ് പങ്കുവെച്ച് മണിക്കൂറുകൾക്ക് ശേഷം മറ്റൊരു പോസ്റ്റ് നമുക്ക് കാണാൻ സാധിച്ചു. അത് ശശികല ടീച്ചർ എന്ന ഫേസ്ബുക്ക് പേജിൽ നിന്നും ഉള്ളതായിരുന്നു. ഒരു ഹിന്ദു ചേച്ചിയുടെ കുറിപ്പ് എന്ന് പറഞ്ഞ് വ്യാപകമായി പ്രചരിക്കുന്നു. പള്ളിയിലെ കോളാമ്പി കൊണ്ടാണത്രേ ജീവൻ കിട്ടിയത്. ചേച്ചി, ഇതേ കോളാമ്പി അമ്പലങ്ങളിലും ചർച്ചുകളിലും ഉപയോഗിക്കാൻ പാടില്ലെന്ന് നിയമമുള്ളത് ചേച്ചിക്കറിയാമോ? അവിടുന്ന് അനൗൺസ് ചെയ്താലും അത്യാവശ്യ ഘട്ടങ്ങളിൽ രക്ഷപ്പെട്ടുകൂടെ? പിന്നെന്തേ അതുമാത്രം തടഞ്ഞത് എന്ന് ചേച്ചിയോട് ചോദിക്കണേ. ഇതായിരുന്നു ശശികല ടീച്ചർ എന്ന ആ സ്ത്രീ ഫേസ്ബുക്കിൽ പങ്കുവെച്ചത്. എന്നാൽ അവരോട് പറയാനുള്ളത്, ഞങ്ങളുടെ നാടുകളിലെല്ലാം തന്നെ അമ്പലവും പള്ളിയും ചർച്ചുകളും എല്ലാം തന്നെയുണ്ട്. പള്ളികളിൽ ബാങ്ക് കൊടുക്കുമ്പോൾ അമ്പലങ്ങളിൽ നിന്നും ഞങ്ങൾ ഒരുപാട് ഗീതങ്ങൾ കേൾക്കാറുണ്ട്.
പള്ളികളിൽ നിന്നും കുർബാനയുടെ ശബ്ദങ്ങൾ കേൾക്കാറുണ്ട്. ഇതെല്ലാം നാട്ടിലും ഉള്ളതാണ്. പള്ളിയിൽ മാത്രമല്ല കോളാമ്പിയിൽ ബാങ്ക് കൊടുക്കുന്നത്. ഞങ്ങളെ അടുത്തുള്ള അമ്പലങ്ങളിലെല്ലാം തന്നെ രാവിലെ സമയങ്ങളിൽ പലതരത്തിലുള്ള ഗീതങ്ങളും നാമങ്ങളും ഞങ്ങൾ കേൾക്കാറുണ്ട്. കൗസല്യ സുപ്രഭാത തുടങ്ങുന്ന ഒരു വരി നമ്മുടെ മനസ്സിലെല്ലാം തന്നെ ഉള്ളതാണ്. നമുക്കറിയാം, ബഹുമാനപ്പെട്ട കബീർ ബാക്കവി ഉസ്താദ് ഒരു സമയത്ത് ഒരു വേദിയിൽ വെച്ച് ഇത് പറയുകയുണ്ടായി. അപ്പോൾ ആ ഉസ്താദ് പറഞ്ഞത്, ഞങ്ങളുടെ അടുത്തുള്ള ഹൈന്ദവ വീട്ടിൽ ഇത് പാരായണം ചെയ്യുന്നത് കേട്ടുകൊണ്ടാണ് ഞങ്ങൾ പഠിച്ചത് എന്ന്. ഇത്തരത്തിൽ ഞങ്ങൾ അമ്പലങ്ങളിൽ നിന്നും രാമരാമ പാടുന്നതെല്ലാം തന്നെ ഞങ്ങൾ കേൾക്കാറുണ്ട്. ഇതെല്ലാം സാധാരണ നമ്മുടെ നാട്ടിലുള്ളതാണ്. അതിപ്പോൾ പള്ളിയിലെ കോളാമ്പി മാത്രമല്ല, അമ്പലങ്ങളിലും ഞങ്ങൾ കേൾക്കാറുണ്ട്, ചർച്ചിലും ഞങ്ങൾ കേൾക്കാറുണ്ട്. അത് ഇനിയും കേൾക്കുക തന്നെ ചെയ്യും. കാരണം ഇവിടെ നാനാ മതസ്ഥർക്കും അവരുടെ വിശ്വാസം വെച്ച് ജീവിക്കാൻ ഭരണഘടന അനുവദിക്കുന്ന കാലത്തോളം എല്ലാ മതക്കാരും അവരുടെ വിശ്വാസങ്ങളായി മുന്നോട്ട് പോകും. അതിൽ നാം ഒരിക്കലും വർഗീയത കാണേണ്ടതില്ല. ഇത്തരത്തിൽ ആ സഹോദരിയുടെ ജീവൻ രക്ഷിച്ചത് ആ പള്ളിയിലെ കോളാമ്പിയാണെന്ന് ആ സഹോദരി സന്തോഷത്തോടെ നമ്മോട് പറയുമ്പോൾ അതിൽ നാം സന്തോഷം കണ്ടെത്തുകയും മറ്റു മതസ്ഥരെ ആദരിക്കാനും ബഹുമാനിക്കാനും പഠിക്കുക എന്നുള്ളതാണ് നാം ഇതിൽ നിന്നും മനസ്സിലാക്കിയെടുക്കേണ്ടത്. അല്ലാതെ അമ്പലത്തിലും ചർച്ചിലും ഇത്തരത്തിൽ കോളാമ്പി എന്തുകൊണ്ട് അനുവദിച്ചില്ല, അവിടെ അനൗൺസ് ചെയ്താലും മറ്റുള്ളവർക്ക് രക്ഷപ്പെടാമല്ലോ എന്നുള്ള ചോദ്യം ഈ ഒരു സമയത്ത് പ്രസക്തമായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. കാരണം ഇവിടെ ഏതു മതമായാലും ജാതിയായാലും ജീവിക്കാം. കഴിഞ്ഞ ദിവസം തന്നെ ഇത്തരത്തിൽ അവിടെ മരണപ്പെട്ടവരിൽ തിരിച്ചറിയാത്തവരുടെ ശവസംസ്കാര ചടങ്ങുകൾ നാം കണ്ടിരുന്നു. കബറടക്ക ചടങ്ങുകൾ. അവിടെ ഹിന്ദുവുമില്ല, മുസൽമാനുമില്ല, ക്രിസ്ത്യനുമില്ല. മരിച്ചവർ ആരെന്നു പോലും അറിയില്ല. എല്ലാവർക്കും അടുത്തടുത്ത് കബറിടങ്ങൾ ഒരുക്കി. നാനാമത സർവ്വ പ്രാർത്ഥനയും അവിടെ നടന്നു. പള്ളിയിലെ അച്ഛൻ വന്ന് അവരുടെ പ്രാർത്ഥനകൾ നടത്തി. അമ്പലത്തിലെ പൂജാരി വന്ന് അവിടുത്തെ പ്രാർത്ഥനകൾ നടത്തുന്നു. പള്ളിയിലെ ഉസ്താദ് വന്ന് അവിടെ മയ്യത്ത് നിസ്കാരം നടത്തുന്നു. ഇതെല്ലാം നമുക്ക് നമ്മുടെ കേരളത്തിൽ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു വസ്തുത കൂടിയുണ്ട്. അതെ, ഇന്നലെ അവിടെ മരണമടഞ്ഞവർ ആരെന്നു പോലും അറിയാത്തവർ, ഉറ്റവരും ഉടയവരുമില്ലാതെ ആരെന്നു പോലും അറിയാതെ ഇന്ന് അവിടെയുള്ള ഒരു 64 ഏക്കറിൽ അവർ ഉറങ്ങുകയാണ്. തൊട്ടടുത്ത് ഹിന്ദുവാണോ ക്രിസ്ത്യനാണോ മുസൽമാനാണോ കിടക്കുന്നത് എന്ന് പോലും അറിയാതെ അവർ ഇന്ന് ആ മണ്ണിൽ അന്തിയുറങ്ങുകയാണ്. അവരുടെ പേരുകളില്ല, നാമങ്ങളില്ല. വെറും അവിടെ സർവേ കല്ലുകൾ പോലെ സ്ഥാപിച്ച് അതിലൊരു നമ്പർ മാത്രമാണ് ഇന്ന് അവരുടെ അടയാളമായിട്ടുള്ളത്. ഇത്തരത്തിൽ വലിയ ഒരു ദുരന്തം നടന്നു കഴിഞ്ഞതിന് ശേഷം അവരുടെയെല്ലാം ശരീരഭാഗങ്ങൾ ഒരു പുഴയിലേക്ക് ഒഴുകിപ്പോയപ്പോൾ ആ പുഴയിൽ നിന്നും ലഭിച്ചത് കയ്യും കാലും തലയുമെല്ലാം വേർപെട്ട ശരീരഭാഗങ്ങളായിരുന്നു. അതിൽ മുസൽമാന്റെ കൈയേതാണ്, ഹിന്ദുവിന്റെ കൈയേതാണ്, ക്രിസ്ത്യാനിയുടെ കൈയേതാണ് എന്ന് ആരും നോക്കാൻ പോയിട്ടില്ല. എല്ലാം മനുഷ്യനായ കണക്കാക്കിയിട്ടുള്ളൂ. ഇത്തരം അപകട സാഹചര്യങ്ങൾ വരുമ്പോഴെങ്കിലും നാം വർഗീയത മറന്ന് മനുഷ്യനെ ചേർത്തു പിടിക്കാനായി ശ്രമിക്കണം. ആ ഹൈന്ദവ സഹോദരിയുടെ അനുഭവം നമുക്കെല്ലാം സന്തോഷം നൽകുന്നതാണ്. അതെ, ഇത്തരത്തിൽ നാം കണ്ടതാണ്. അവിടുത്തെ മുസ്ലിം പള്ളിയിലാണ് പോസ്റ്റ്മോർട്ടമെല്ലാം നടന്നിരുന്നത്. മാത്രമല്ല താൽക്കാലിക ആശുപത്രികൾ ഒരുക്കാനും പള്ളികളും അതുപോലെ മദ്രസകളും വിട്ടു നൽകി എന്ന് നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഫേസ്ബുക്ക് പോസ്റ്റും നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. അതെ, അത് അമ്പലമായാലും പള്ളിയായാലും അത്തരത്തിൽ ചർച്ച ആയാലും ഇത്തരം അപകടം വരുമ്പോൾ അവരെല്ലാം തന്നെ അത് വിട്ടു നൽകാറുണ്ട്. ഇത് നമ്മുടെ നാടിൻ്റെ മാത്രം പ്രത്യേകതയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം മനുഷ്യർക്കിടയിൽ എന്നും ഐക്യവും സ്നേഹവും നിലനിർത്തി തരട്ടെ. ഇത്തരം അപകടങ്ങളെ തൊട്ട് ദുരന്തങ്ങളെ തൊട്ട് നാം എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം എന്ന് ഉറപ്പെടുത്തി ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആ വസിയത്തോടെ. അസ്സലാം.